നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏറ്റവും അധികം ബുദ്ധിമുട്ട് അഭിമുഖീകരിക്കുന്ന ഒരു ആസ്പെക്റ്റാണ് പാർട്ട് ടൈം ബൗളേഴ്സിൻ്റെ അഭാവം. ഒരു കാലത്ത് റോബിൻ സിംഗ്, സച്ചിൻ, സേവാഗ്, ഗാംഗുലി തുടങ്ങി നിരവധി പാർട്ട് ടൈം ബൗളേഴ്സാൽ സമ്പന്നമായിരുന്ന ഇന്ത്യൻ ടീമിൽ നിലവിൽ പേരിന് വേണ്ടി പോലും ഒരു പാർട്ട് ടൈം ബൗളറുമില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ടീമിന്റെ ബാലൻസ് പലപ്പോഴും അവതാളത്തിലാകാറുമുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ തങ്ങളുടെ ബൗളിംഗ് കൊണ്ട് പല അവിശ്വസനീയ വിജയങ്ങൾ സമ്മാനിച്ച പാർട്ട് ടൈം ബൗളേഴ്സിന്റെ പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു തകർപ്പൻ മാച്ച് വിന്നിംഗ് പെർഫോമൻസിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 1999 ഷാർജ കപ്പ് ടൂർണമെന്റാണ് വേദി. ഏപ്രിൽ 9 ഷാർജ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ മുഹമ്മദ് അസ്റുദ്ദീൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇന്ത്യയ്ക്കായി ഓപ്പണിംഗ് പാഡ് കെട്ടിയത് സതഗോപൻ രമേശും സൗരവ് ഗാംഗുലിയും. തീപാർന്ന പന്തുകളുമായി ഇന്ത്യൻ ഓപ്പണർമാർ എതിരിട്ടത് ഡാരൻ ഗഫിനെയും അലൻ മുലാലിയെയും. സ്കോർ 8 ഓവറിൽ 24-ലെത്തിയപ്പോൾ ദാദ ഗഫിന്റെ പന്തിൽ കൂടാരം കയറി. പകരം വന്നത് വൻമതിൽ രാഹുൽ ദ്രാവിഡ്. തകർപ്പൻ ഫോമിലായിരുന്ന ഇംഗ്ലീഷ് ബൗളർമാർ ഇന്ത്യയെ അനായാസം വരിഞ്ഞു മുറുക്കി. റൺ റേറ്റ് ക്രമാതീതമായി കുറഞ്ഞു തുടങ്ങി. 20 ഓവറിൽ വെറും 60 റൺസ് മാത്രമായിരുന്നു ഇന്ത്യ നേടിയത്. കൂടാതെ ദ്രാവിഡിന്റെ വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായി. പിന്നാലെ എത്തിയ നായകൻ മുഹമ്മദ് അസ്റുദ്ദീൻ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച് മുന്നേറവേ രമേശിന്റെ വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായി. തുടർന്ന് വന്ന ജഡേജയ്ക്കും റോബിൻ സിംഗിനും മോംഗിയയ്ക്കും കാര്യമായ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞില്ല. എങ്കിലും അസർ തന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. ഒടുവിൽ 50 ഓവർ പൂർത്തിയാകുമ്പോൾ ഇന്ത്യൻ സ്കോർ 5-222. 85 പന്തിൽ 74 റൺസ് നേടി ഇംഗ്ലീഷ് ബൗളർമാർക്ക് കീഴടങ്ങാതെ നിന്ന സ്കിപ്പർ അസറുദ്ദീൻ തന്നെയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. താരതമ്യേന ചെറിയ ടാർഗറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് ഇംഗ്ലീഷ് ഓപ്പണർമാർ ശ്രദ്ധാപൂർവ്വമാണ് ചേസിംഗ് ആരംഭിച്ചത്. സ്കോർ 7 ഓവറിൽ 25 റൺസിലെത്തിയപ്പോൾ ശ്രീനാഥ് ഇംഗ്ലണ്ടിന് ആദ്യത്തെ പ്രഹരമേൽപ്പിച്ചു. ഇംഗ്ലണ്ട് നായകൻ അലക്സ് സ്റ്റുവർട്ട് പുറത്തായി. അടുത്ത ഓവറിലെ രണ്ടാം പന്തിൽ മറ്റൊരു ഓപ്പണറായ നിക് നൈറ്റിനെ പുറത്താക്കി വെങ്കടേഷ് പ്രസാദും തിരിച്ചടി സമ്മാനിച്ചു. ഇംഗ്ലീഷ് ബൗളർമാർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു ഇന്ത്യൻ ബൗളേഴ്സ്. പുതിയ ബാറ്റേഴ്സായ ഗ്രേം ഹിക്ക്, ഗ്രഹാം തോർപ്പ് എന്നിവർ റൺസുകൾ കണ്ടെത്താൻ വിഷമിച്ചുവെങ്കിലും വിക്കറ്റുകൾ കാത്ത് പതുക്കെ സുരക്ഷിത തീരത്തേക്ക് ഇംഗ്ലണ്ടിനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. 20-ാം ഓവറിൽ കുംബ്ലയുടെ ബോൾ മുഖത്തടിച്ച് മോംഗിയെ പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറി. പകരം കീപ്പറിന്റെ ഗ്ലൗസുമായി ദ്രാവിഡ്. ആശങ്കകൾ ആസ്ഥാനത്താക്കി ദ്രാവിഡിന്റെ മികച്ച ക്യാച്ചിൽ സുനിൽ ജോഷിക്ക് വിക്കറ്റ് നൽകി ഹിക്ക് പുറത്തായി. ഒരു ഓവറിന് ശേഷം വീണ്ടും ജോഷി ഇന്ത്യക്ക് മറ്റൊരു ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. ഇത്തവണ നങ്കൂരക്കാരൻ തോർപ്പായിരുന്നു ഇര. വിജയമണത്ത ഇന്ത്യക്ക് മുന്നിൽ നീൽ ഫെയർബ്രദറും ആൻഡ്രൂ ഫ്ലിൻഡോഫും തടസ്സമായി നിലകൊണ്ടു. മടങ്ങി വന്ന പ്രസാദ് ഫ്ലിൻഡോഫിനെ വീഴ്ത്തി വീണ്ടും കളി ഇന്ത്യൻ തീരത്തേക്ക് നയിച്ചു. പുറകെ വന്ന മാർക്കെല്ലാം പുറത്താവുമ്പോൾ സ്കോർ 41.4 ഓവറിൽ 6-169. ശേഷിക്കുന്ന 50 പന്തിൽ ഇംഗ്ലീഷ് പടയ്ക്ക് വേണ്ടിയിരുന്നത് 54 റൺസ്. റോബർട്ട് ക്രോഫ്റ്റിനെ കൂട്ടുപിടിച്ച് നീൽ ഫെയർബ്രദറിന്റെ അവസാന ശ്രമമാണ് പിന്നീട് ഷാർജ കാണുന്നത്. ഫെയർബ്രദർ തകർപ്പൻ ബാറ്റിംഗിലൂടെ ഇന്ത്യയുടെ പ്രതീക്ഷകളെല്ലാം തന്നെ അവസാനിപ്പിച്ചു. 46 ഓവർ പൂർത്തിയാകുമ്പോൾ ഇംഗ്ലീഷ് സ്കോർ 6-196. ശേഷിക്കുന്ന 24 പന്തിൽ വേണ്ടത് 27 റൺസ് മാത്രം. അർദ്ധ സെഞ്ചുറിയും കടന്ന് രക്ഷകനായി നീൽ ഫെയർബ്രദർ ക്രീസിലുള്ളപ്പോൾ സാധ്യത കൂടുതൽ ഇംഗ്ലണ്ടിന് തന്നെയായിരുന്നു. അതിവേഗ വിക്കറ്റുകൾ എന്നത് മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഏക അതിജീവന മാർഗമെന്ന് ഏവർക്കും അറിയാവുന്ന സമയത്ത് അതുവരെ ഉജ്ജ്വലമായി പന്തെറിഞ്ഞ ശ്രീനാഥിനെയും 3 ഓവർ ബാക്കിയുള്ള റോബിൻ സിംഗിനെയും ഒഴിവാക്കി പരിക്കേറ്റു പുറത്തായ അസറിന് പകരം ഓൺഫീൽഡ് ക്യാപ്റ്റനായ ജഡേജ സകലരെയും അത്ഭുതപ്പെടുത്തി സ്വയം ബോൾ എടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ക്യാപ്റ്റൻ സ്വയം പന്തുമായി മുന്നോട്ട് വന്നത് പലരുടെയും നെറ്റിച്ചുളുക്കാൻ ഇടയാക്കി. ജഡേജ പന്തെറിയാൻ തയ്യാറായി. സ്ട്രൈക്കിൽ റോബർട്ട് ക്രോഫ്റ്റ്. ആദ്യ പന്ത് ഡോട്ട് ബോൾ. രണ്ടാം പന്തിൽ വിക്കറ്റ് നേടി ജഡേജ ഏവരെയും ഞെട്ടിച്ചു. ക്രോഫ്റ്റിന്റെ ഷോട്ട് നേരെ കനിക്കറിന്റെ കയ്യിൽ. അടുത്ത ബോൾ സ്ട്രൈക്കിൽ. ക്യാച്ചിന് മുൻപ് ബാറ്റിംഗ് ക്രീസിലെത്തിയ ഇൻഫോം ബാറ്ററായ ഫെയർബ്രദർ. ഒരു വൈറ്റ് ബോളിന് ശേഷമുള്ള അടുത്ത ഡെലിവറിയിൽ താൽക്കാലിക കീപ്പർ ദ്രാവിഡിന്റെ മനോഹര ക്യാച്ചിൽ ഫെയർബ്രദർ പുറത്തായി. ഷാർജ സ്റ്റേഡിയം ഇളകി മറിഞ്ഞ നിമിഷം. തുടർന്ന് ക്രീസിലെത്തിയ ഡാരൻ ഗഫ് അടുത്ത 2 പന്തിൽ നിന്ന് 2 റൺസ് നേടി. ഒടുവിൽ തന്റെ ഓവറിലെ അവസാന പന്തിൽ ഗഫിനെയും പുറത്താക്കി ജഡേജ 3-ാം വിക്കറ്റും സ്വന്തമാക്കി. തന്റെ മാച്ച് ടേണിംഗ് ഓവറിന് ശേഷം ജഡേജ മടങ്ങുമ്പോൾ ഇംഗ്ലണ്ട് സ്കോർ 9-199 എന്ന നിലയിലായിരുന്നു. തുടർന്ന് 3 റൺസ് കൂടി വിട്ടു നൽകിയ ശ്രീനാഥിന്റെ അടുത്ത ഓവറിന്റെ അവസാന പന്തിൽ വീണ്ടും ജഡേജ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തി. ഇത്തവണ തകർപ്പൻ ഫീൽഡിങ്ങിലൂടെ ഒരു റണ്ണൌട്ടുമായിട്ടായിരുന്നു ജഡേജ അവതരിച്ചത്. ആ റണ്ണൌട്ടോടെ ഇംഗ്ലണ്ട് ഇന്നിംഗ്സിന് പരിസമാപ്തിയും കുറിച്ചു. ഇന്ത്യക്ക് 20 റൺസിന്റെ ഉജ്ജ്വല വിജയം. ഇടയിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കളിയിൽ തോൽവിയുടെ പടിവാതിലിൽ നിന്ന് പൊരുതി നേടിയ തിളക്കമുള്ള വിജയം. ഒരു ഓവറിൽ 3 റൺസ് വിട്ടു നൽകി 3 വിക്കറ്റുകൾ വീഴ്ത്തിയ ആ അവിശ്വസനീയമായ ഓവർ, അതായിരുന്നു ഇന്ത്യയുടെ വിജയത്തിന് കാരണം. പാളിപ്പോയാൽ സകല പഴികളും തന്റെ തലയ്ക്ക് മുകളിലാകുമെന്ന് ഉറപ്പുണ്ടായിട്ടും ചങ്കുറപ്പോടെ അതിനെ വിജയകരമായി നേരിട്ട ക്യാപ്റ്റന്റെ ആത്മവിശ്വാസത്തിന്റെ വിജയം കൂടിയായിരുന്നു അത്. മാൻ ഓഫ് ദി മാച്ച് പട്ടത്തിനും മറ്റാരുമല്ലായിരുന്നു അർഹൻ. ഇന്ത്യയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ക്യാപ്റ്റനായ അജയ് ജഡേജ തന്നെയായിരുന്നു.